ജനങ്ങൾ നേരിടുന്ന സാധനാ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അത് പ്രധാനമായിട്ടും കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ സാധന ഉപാസന എന്ന് പറയുന്ന സംഗതിയെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ളൊരു ധാരണയില്ലായ്മയുണ്ട്. എന്താണ് സാധന, എന്താണ് ഉപാസന, അല്ലെങ്കിൽ അതുകൊണ്ട് എന്താണ് നമുക്ക് കിട്ടേണ്ടത്, ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു ബോധവൽക്കരണം തന്നെ ആവശ്യമാണ്. അതൊന്ന്. മറ്റൊന്ന്, നന്നേ ചെറുപ്രായത്തിൽ തുടങ്ങേണ്ടതാണ് ഈ ഉപാസന. ഒരു 7 വയസ്സ് 8 വയസ്സ് പ്രായം, അതാണ് വാസ്തവത്തിലൊരു നല്ല പ്രായം. 7 വയസ്സിനും 8 വയസ്സിനും ഇടയ്ക്ക് അവരെ വാസ്തവത്തിൽ ഉപാസനയ്ക്ക് വിധേയരാക്കുക. അതിന് ചെറുപ്രായത്തിലെ തന്നെ കുടുംബത്തിൽ നിന്ന് തുടങ്ങണം. അച്ഛനമ്മമാരും അതുപോലെ സഹോദരങ്ങളും എല്ലാം തന്നെ ഏതൊരു വ്യക്തിയാണോ ഉപാസനയ്ക്ക് വേണ്ടി മുതിരുന്നത് അയാൾക്ക് വേണ്ട സകല സഹായങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഒരുക്കി കൊടുക്കേണ്ട ചുമതല കുടുംബത്തിൽ നിന്ന് തന്നെയാണ്. ഇപ്പോൾ സാധനാമാർഗത്തിൽ ഇന്നത്തെ യുവാക്കൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ അവർക്ക് സാധന എന്ന് പറയുന്നതിൻ്റെ മൂല്യം, അതിൻ്റെ വാല്യൂ എത്രമാത്രം ഉണ്ടെന്ന് ആദ്യം പറഞ്ഞു കൊടുക്കണം. എന്തിനാണ് ഈ സാധന? ഈ ശരീരം ആദ്യം ഖലു ധർമ്മസാധനം എന്നാണ് ആയുർവേദം പഠിപ്പിക്കുന്നത്. അപ്പോൾ ശരീരമാദ്യം ഖലു ധർമ്മസാധനം. ധർമ്മം എന്ന് പറയുന്നത് നമ്മൾ ജനിച്ചു വീണപ്പോൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കർത്തവ്യങ്ങളാണ് ധർമ്മം, ചെയ്യേണ്ടതായിട്ടുള്ള കർത്തവ്യങ്ങൾ. അപ്പോൾ നമ്മളിൽ അർപ്പിതമായിരിക്കുന്ന ഓരോരോ കർമ്മങ്ങളും അതിന് ധർമ്മം എന്നിങ്ങനെ പറയുമ്പോൾ അത് ചെയ്തു തീർക്കാനായിട്ട് നമുക്ക് ശരീരം ആവശ്യം. അപ്പോൾ ശരീരമാദ്യം ഖലു ധർമ്മസാധനം. അപ്പോൾ അത്തരത്തിൽ ധർമ്മസാധനമായിരിക്കുന്ന ശരീരത്തെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നേടേണ്ടതുള്ള ലക്ഷ്യത്തെപ്പറ്റി വ്യക്തമായിട്ടൊരു ബോധം ആവശ്യമാണ്. ധർമ്മം എന്ന് പറയുന്ന പുരുഷാർത്ഥങ്ങളിൽ 4 എണ്ണമാണ് പുരുഷാർത്ഥങ്ങൾ. അതായത് പുരുഷൻ, അതൊരു മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞ അയാൾക്ക് 4 കൂട്ടം കാര്യങ്ങൾ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നേടാൻ ഉണ്ട്. അതിലൊന്ന് ധർമ്മമാണ്. അപ്പോൾ ജനിച്ചത് ധർമാചരണത്തിനാണ്. ധർമ്മത്തെ വേണ്ടും വിധം കൈകാര്യം ചെയ്തുകൊണ്ട് ജീവിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോരുത്തരും ജനിച്ചത് എന്നുള്ള ബോധം. അത് കഴിഞ്ഞ് അർത്ഥകാമങ്ങൾ, നമുക്ക് ജീവിക്കാനായിട്ട് അർത്ഥം വേണം, ആഗ്രഹങ്ങളൊക്കെ ആവശ്യം. അപ്പോൾ ഈ അർത്ഥകാമങ്ങളെല്ലാം തന്നെ പിന്നാലെ ധർമ്മത്തിനെ പിന്തുടർന്നു വരും. പക്ഷേ അന്തിമമായിരിക്കുന്ന ആത്യന്തികമായിരിക്കുന്ന ലക്ഷ്യം ഇതൊന്നുമല്ല, മോക്ഷമാണ്. അപ്പോൾ നേരത്തെ ഉപാസനയുടെ കാര്യത്തിൽ പറഞ്ഞ പോലെ മോക്ഷം എന്ന് പറയുന്നത് നമ്മുടെ സനാതന ധർമ്മത്തിൽ വളരെ വ്യക്തമായിട്ടുള്ള മോക്ഷം എന്ന് പറയുന്ന പദത്തെ വിശകലനം ചെയ്ത അധികം സങ്കേതങ്ങളുണ്ട്. മോക്ഷത്തെ പല തരത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും നമ്മൾ കേൾക്കുന്നത് സാലോക്യമുക്തി എന്ന് പറയുന്നൊരു മോക്ഷമുണ്ട്, കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഈശ്വരനെ കണ്ടുകൊണ്ടിരിക്കുക എന്നിട്ട് ആ മുക്തി അടയുക. അതുപോലെ തന്നെ സായുജ്യത്തിന് മുമ്പ് ഒരു സാലോക്യം പോലെ തന്നെ സാരൂപ്യം എന്ന് പറയുന്നൊരു മുക്തിയുണ്ട്. അതായത് ഈശ്വരൻ്റെ രൂപത്തിൽ വരിക. ഇതെല്ലാം തന്നെ വളരെ ചിന്തനീയമായിട്ടുള്ള കാര്യങ്ങൾ, എളുപ്പത്തിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അപ്പോൾ സാലോക്യം, സാമീപ്യം, സാരൂപ്യം, സായുജ്യം എന്നെല്ലാം പറയുന്ന മുക്തികളുണ്ട്. പക്ഷേ കൈവല്യം എന്ന് പറയുന്ന ഒരു നിർവാണം എന്ന് പറയുന്ന ഒരു മുക്തി പദം, അത് ആർജിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ട് പിടിച്ച സംഗതിയാണ്. നിർവാണം ബുദ്ധൻ്റെ ഭാഷയാണ് നിർവാണം. കൈവല്യം എന്ന് പറയുന്നത് നമ്മുടെ ആധ്യാത്മിക ഭാഷയാണ്. കൈവല്യം എന്ന് പറയുമ്പോൾ കേവലമായിരിക്കുന്ന ആത്മാവിൻ്റെ സ്ഥിതിയിലാകുക. കേവലമായിരിക്കുന്ന ആത്മാവ് എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൽ സത്തായിട്ട് സത്യമായിട്ട് ആത്മാവ് മാത്രമേ ഉള്ളൂ എന്നിങ്ങനെ ഉറപ്പിച്ചുകൊണ്ട് ആത്മാവിൻ്റെ ഭാവത്തിൽ നമ്മൾ നിൽക്കുന്ന സ്ഥിതി ചെയ്യുന്ന അവസ്ഥ, അതിൻ്റെ പേരാണ് കൈവല്യം. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ കുറേ അധികം ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ധർമ്മത്തിൻ്റെ പരിസമാപ്തിയിൽ അല്ലെങ്കിൽ ആ മാർഗത്തിൽ ഒടുവിൽ നമ്മൾ കണ്ടെത്തുന്ന മോക്ഷം എന്ന് പറയുന്ന പദം നമ്മൾ വിചിന്തനം ചെയ്തുകൊണ്ട് ഉറപ്പിക്കേണ്ട ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന സങ്കേതമാണ്. അപ്പോൾ ലക്ഷ്യബോധം വേണമെന്ന് ചുരുക്കം. എന്താ ലക്ഷ്യബോധം? അർത്ഥകാമങ്ങൾ ഉണ്ടാക്കാനല്ല, പണം സമ്പാദിച്ചുകൊണ്ട് ഈ ലോകത്ത് ജീവിച്ച് പേരും പ്രഭാവവും ഉണ്ടാക്കാനല്ല ഈ ധർമാചരണം. ധർമാചരണം കർത്തവ്യങ്ങളെല്ലാം തന്നെ പൂർത്തീകരിക്കുന്നത് മോക്ഷം എന്ന് പറയുന്ന പദവി അലങ്കരിക്കാനാണ് എന്ന ഒരു ബോധം നമുക്ക് കൊച്ചുകുട്ടിയായിരിക്കുമ്പോഴേ ഉണ്ടാക്കിയെടുക്കണം. അതില്ല. ഇന്നിപ്പോൾ സാധന എന്നും ഉപാസന എന്നും പറഞ്ഞുകൊണ്ട് നാം കൈകാര്യം ചെയ്യുന്നത് എന്തെങ്കിലും ഒരു മന്ത്രം കുറേ നാളിങ്ങനെ ജപിക്കലാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ, ഇപ്പോൾ ശബരിമലയിൽ ആണ്ടുതോറും ഇങ്ങനെ പോവുക, അത് കുറച്ച് ദിവസമൊക്കെ ഇങ്ങനെ വ്രതം എടുത്തുകൊണ്ട് അവിടെ പോകുന്നൊരു സമ്പ്രദായം, അതിന് സാധന എന്ന് പറയും, ഉപാസന എന്ന് പറയും. പക്ഷേ സാധന ഉപാസന എന്ന് പറയുന്നത് ഇതിൽ നിന്ന് വ്യത്യസ്തമാണ്. നമ്മുടെ സനാതന നമസ്കാരത്തിൽ ഈശ്വരൻ നിഷ്കളനാണ്, രൂപമില്ലാത്തവനാണ്. അങ്ങനെ നിഷ്കളനായിരിക്കുന്ന രൂപമില്ലാത്ത ഈശ്വരന് സകളഭാവം കൊടുത്തുകൊണ്ട്, അതായത് രൂപം കൊടുത്തുകൊണ്ട്
നമ്മൾ അതിനെ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് ഉപാസന. ഉദാഹരണത്തിന് ഗുരുവായൂരപ്പൻ എന്ന് പറയുമ്പോൾ ഗുരുവും വായുവും കൂടി പ്രതിഷ്ഠിച്ച ആ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന 4 കൈകളുള്ള വിഗ്രഹം ഗുരുവായൂരപ്പൻ എന്നുള്ളത് ധരിക്കും. സത്യത്തിൽ ഗുരുവായൂരപ്പൻ അതാണോ എന്ന് ചോദിച്ചാൽ നമ്മുടെ സനാതന ധർമ്മിയാണ് എങ്കിൽ അതല്ല എന്ന് പറയണം. അതല്ല ഗുരുവായൂരപ്പൻ. പിന്നെ ആരാ ഗുരുവായൂരപ്പൻ? ഗുരുവും വായുവും. അപ്പോൾ ഗുരു എന്ന് പറയുന്ന ജീവനും അതുപോലെ വായു എന്ന് പറയുന്ന പ്രാണവായുവും അത് രണ്ടും സഞ്ചരിക്കുന്ന ശരീരത്തിൽ കുടികൊള്ളുന്ന ഈശ്വരനാണ് ഗുരുവായൂരപ്പൻ എന്ന് ഉറപ്പിക്കണം. അപ്പോൾ വെറും ഒരു വിഗ്രഹം വെച്ചുകൊണ്ട് ആ വിഗ്രഹത്തിന് ഉറ്റുനോക്കിക്കൊണ്ട് നടത്തുന്നതിനെ നമ്മൾ ആദ്യത്തെ പടിയായിട്ട് ചിന്തിക്കാൻ പറ്റും. അതാണ് കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചത്. അപ്പോൾ എല്ലാ തരത്തിലും അതല്ല ഉപാസന. ഉപാസന എന്ന് പറയുന്നതിൻ്റെ ആദ്യത്തെ പടിയെല്ലാം തന്നെ കടന്ന് നമ്മൾ പടിപടിയായിട്ട് ഉയർന്ന് ലക്ഷ്യത്തിലെത്തുമ്പോൾ മോക്ഷം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെ കയറി വേറൊരു സ്ഥലത്തേക്ക് പോകലല്ല. അപ്പോൾ സനാതന മാർഗത്തിൽ ലക്ഷ്യമായിരിക്കുന്ന മോക്ഷം ശരീരത്തിൽ നിന്ന് വിട്ടുപോകലാണെങ്കിൽ തന്നെ ശരീരത്തിൽ നിന്ന് വിട്ടുപോകുമ്പോൾ ഞാൻ ശരീരമല്ല എന്നൊരു ബോധം ഉണ്ടാക്കിയെടുക്കലാണ് മോക്ഷം. ഞാൻ ശരീരമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അറിവാണ് അല്ലെങ്കിൽ ഞാൻ ആത്മസ്വരൂപനാണ് എന്ന് പറയുന്ന ബോധം അത് വളർത്തിയെടുക്കുമ്പോൾ അതാണ് കേവലമായിരിക്കുന്ന കൈവല്യം എന്ന് പറയുന്ന മുക്തിപദം. ഇതാണ് ലക്ഷ്യം. അപ്പോൾ ഇന്നത്തെ കുട്ടികൾക്ക് വ്യക്തമായിട്ടൊരു ധാരണയില്ലാത്തതിൻ്റെ കുഴപ്പമുണ്ട്. എന്താണ് നമ്മൾ ധരിക്കേണ്ടത്? ധാരണ എന്ന് പറയുന്നത് എന്താണ് ധരിക്കേണ്ടത്? അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന രീതികളിൽ വേണ്ടത്ര അത് വിചിന്തനം ചെയ്ത് യുക്തിസഹമായിട്ട് നമ്മൾ വെറുതെ കാട് കയറിപ്പോയി അന്ധവിശ്വാസികളെ പോലെ അതും ഇതുമെല്ലാം തന്നെ പറഞ്ഞ് സ്വീകരിച്ച് ധാരണ ഉണ്ടാക്കുന്നത് അനുയോജ്യമല്ല. അത് വാസ്തവത്തിൽ അബദ്ധ. ഈ അബദ്ധജടിലമായിരിക്കുന്ന പാതയിലേക്ക് പോകാതെ നമ്മൾ വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഉണ്ടാക്കിയെടുക്കണം. കൊച്ചു കുട്ടികൾക്ക് അത് ഉണ്ടാക്കി കൊടുക്കണം. അതായത് മറ്റ് മതസ്ഥർ പറയുന്ന പോലെ അല്ല. സനാതന മാർഗത്തിൽ ഈശ്വരൻ എന്ന് പറയുന്നത് ഒരു വ്യക്തമായിട്ടുള്ള ധാരണയില്ല എങ്കിൽ കാട് കയറി പോവും. അന്തഹസ്ഥിന്യായം എന്ന് പറയുന്ന ഒരു ന്യായമുണ്ട്. എന്താ ഈ അന്തഹസ്ഥിന്യായം? ഒരന്ധൻ പൊട്ടക്കണ്ണൻ ആനയെ കാണാൻ പോയിട്ട് ആനയുടെ ചെവിയെല്ലാം തന്നെ ഇങ്ങനെ തപ്പി നോക്കിയിട്ട് ആന മുറം പോലെയാണെന്ന് പറയുന്ന പോലെ ആനയുടെ കാലോ അല്ലെങ്കിൽ തുമ്പിക്കൈയോ ഒക്കെ ഇങ്ങനെ തപ്പി നോക്കിയിട്ട് തൂണ് പോലെയാണ് ആന എന്ന് പറയുന്ന പോലെ. അപ്പോൾ ഈശ്വരനെ പറ്റി വ്യക്തമായിട്ടൊരു ധാരണയില്ലാതെ നമ്മൾ കാട് കയറി പോകുന്ന രീതി അത് അന്ധഹസ്തിന്യായം. ഇന്നത്തെ യുവാക്കളായാലും ശരി, മുതിർന്നവരും ഇനി ആധ്യാത്മികവാദം ഇങ്ങനെ ഉച്ചസ്ഥലം ഉദ്ഘോഷിച്ചുകൊണ്ട് നടക്കുന്നവരും അവരെല്ലാവരും തന്നെ ഈ പറയുന്ന അന്തഹസ്തിന്യായത്തിൽപ്പെട്ടവരാണ്. അപ്പോൾ ഈശ്വരൻ എന്താണെന്നത് വ്യക്തമായിട്ടുള്ള ധാരണ കൊച്ചുകുട്ടികൾക്ക് ഇട്ടുകൊടുത്തേ മതിയാവൂ. അങ്ങനെ ഇട്ടുകൊടുത്താൽ ഉപാസനയുടെ ആ മാർഗത്തിൽ പിന്നെ ക്ഷീണം സംഭവിക്കുകയില്ല. ഇതാണൊന്ന്. ഇനി മറ്റൊന്ന്, യുവാക്കൾ ഈ സാധനയിൽ അല്ലെങ്കിൽ അവർ നേരിടുന്ന പ്രശ്നങ്ങളെന്ന് പറയുമ്പോൾ യുവാവായതിനു ശേഷം നടത്തേണ്ടതല്ല ഈ ഉപാസന. നന്നേ ചെറുപ്രായത്തിൽ തുടങ്ങേണ്ട ഉപാസന കുറച്ച് മുതിർന്നു കഴിഞ്ഞാൽ ആ ഉപാസനയിൽ ഏർപ്പെടുന്ന വ്യക്തിയുടെ മനസ്സ് നേരെ നിൽക്കില്ല. മനസ്സായാലും ബുദ്ധിയായാലും നേരെ നിൽക്കണമെങ്കിൽ ചെറുപ്രായത്തിലെ തന്നെ അതിനെ മെരുക്കിയെടുക്കണം. അപ്പോൾ മെരുക്കിയെടുക്കാൻ പറ്റാതെ കുറെ കഴിഞ്ഞിട്ട് എന്തോ ആരോ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ജപിക്കാനും തപിക്കാനും തുടങ്ങുമ്പോൾ നമ്മുടെ മനസ്സ് നേരെ നിൽക്കുകയില്ല. അപ്പോൾ ആദ്യത്തെ പടി മനസ്സിന് നേരെ നിൽക്കലാണ്. ധാരണയുണ്ടാകണമെങ്കിൽ അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ള ഒരു രൂപവും ഭാവവും ഈശ്വരനെ പറ്റിയുള്ള വ്യക്തമായിട്ടുള്ള ചിന്തയും ഉണ്ടാകണമെങ്കിൽ നല്ല രീതിയിൽ ധരിക്കാനുള്ളൊരു കഴിവ് മനസ്സിനുണ്ടാകണം. വേണ്ടേ? അപ്പോൾ ഹിന്ദുക്കൾ എന്ന് പറയുന്ന ആൾക്കാർ, ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ഇതര മതസ്ഥർ അവരുമായിട്ട് തമ്മിത്തല്ലാനും തലകീറാനും പോയാൽ വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കുകയില്ല. തമ്മിത്തല്ലാനേ നേരെ ഉണ്ടാവും. നേരെ മറിച്ച് നമ്മുടെ ധർമ്മം പറഞ്ഞ് സനാതന ധർമ്മം പറഞ്ഞ് പഠിപ്പിക്കുന്ന രീതിയിൽ ഇവിടെ ഭദ്രകാളി ഉപാസന നല്ലതാണ്. അതുപോലെ ഇതര ആ ദേവി ദേവഭാവങ്ങളെ ഉപാസിക്കുന്നത് നല്ലതാണ്. പക്ഷെ അതിൽ തന്നെ ചടഞ്ഞുകൂടി കിടന്നുകൊണ്ട് അത്തരത്തിൽ മൂർത്തികളെ മാത്രം ആരാധിക്കുന്നത് ആധ്യാത്മികതയല്ല. നമ്മൾ ലോകം കണ്ട ഏറ്റവും പ്രശസ്തനായിരിക്കുന്ന സ്വാമി വിവേകാനന്ദൻ്റെ ആ ഗുരുനാഥൻ, അതായത് വാസ്തവത്തിൽ വിദ്യാഭ്യാസമില്ലാതിരുന്നൊരു വ്യക്തിയാണ്, ബ്രാഹ്മണനായിരുന്നു എന്ന് മാത്രം. അപ്പോൾ അദ്ദേഹം ദക്ഷിണേശ്വരത്തിലെ കാളിക്ഷേത്രത്തിൽ ശ്രീരാമകൃഷ്ണ പൂജാരിയായിട്ട് വന്ന് പൂജകൾ നടത്തി ഏതായാലും അത്യുന്നതമായിരിക്കുന്ന ഒരു ആധ്യാത്മിക പദവിയിലേക്ക് ഉണർന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഗുരുക്കന്മാർ, തൊത്താപ്പുരിയെ പോലുള്ള താന്ത്രികന്മാർ അല്ലെങ്കിൽ ഭൈരവി ബ്രാഹ്മണിയെ പോലുള്ള താന്ത്രികകൾ, അപ്പോൾ അവരെല്ലാവരും തന്നെ പലതും പഠിപ്പിച്ചു കൊടുക്കുന്ന കൂട്ടത്തിലാണ് ശ്രീരാമകൃഷ്ണ പറയുന്നു, മുന്നോട്ട് പോകുമ്പോൾ മുൻപിൽ ചാടി വീഴുന്നത് കാളിയാണ്. അപ്പോൾ മുമ്പിൽ ചാടി വീഴുന്ന കാളിയെ പറ്റി കേട്ടപ്പോൾ ഈ താന്ത്രികന്മാർ പറഞ്ഞു, വെട്ടുവിൻ കാളിയെ.
അപ്പോൾ വെട്ടുപിൻകാളിയെ എന്ന് പറയുന്ന ഉപാസനാമൂർത്തിയെ വെട്ടിമാറ്റാണ്. അപ്പോൾ ഈ വെട്ടിമാറ്റുന്ന രീതി നമ്മുടെ ഹൈന്ദവ ധർമ്മത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, വെട്ടിമാറ്റുക. അതാണ് നേതി നേതി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഉപാസനാ സമ്പ്രദായത്തിലും ആധ്യാത്മിക സംവിധാനത്തിലും നമ്മൾ കണ്ട കാര്യങ്ങളെ അത് അതേപടി അന്ധമായിട്ട് വിശ്വസിക്കാതെ അതല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയത് നേതി നേതി ന ഇതി ന ഇതി. അപ്പോൾ കാളിയെ കണ്ടു, കാളിയെ ഉപാസിച്ചു, കാളിയുടെ മൂർത്തിഭാവത്തെ നമ്മൾ ഉപാസിച്ചു കൊണ്ടുപോകുമ്പോൾ മുന്നോട്ട് പോകാൻ പറ്റാതെ വരുമ്പോൾ പുരോഗമനത്തിന് തടസ്സം നിൽക്കുന്ന കാളിയുടെ രൂപത്തെ പോലും മാറ്റണമെന്ന്. അതാണ് വ്യക്തമായ ധാരണ. ഞാൻ ഉദ്ദേശിക്കുന്നത് ഈശ്വരനെ സംബന്ധിച്ച് മൂർത്തി രൂപങ്ങളെല്ലാം തന്നെ ഇല്ലാതെയായിട്ട് എന്താണ് ഈശ്വരൻ എന്നുള്ള വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടാക്കിയെടുക്കണം. ഉപനിഷത്തുകൾ പഠിക്കണം. അപ്പോൾ വേദേതിഹാസങ്ങളെല്ലാം തന്നെ, വേദങ്ങളെല്ലാം തന്നെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ആ ഉപനിഷത്തുകളിൽ തന്നെ സെലക്ട് ചെയ്ത ദശോപനിഷത്തുകൾ പഠിക്കണം. ഇതെല്ലാം തന്നെ കാച്ചി കുറുക്കിയെടുത്ത ഭഗവത്ഗീത പഠിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. ഇതെല്ലാം തന്നെ ഒരു ഗുരുപരമ്പരയിൽപ്പെട്ട് ഗുരുവിൻ്റെ അനുഗ്രഹത്തോടുകൂടി പഠിച്ച് ബ്രഹ്മസൂത്രത്തിൽ ഈശ്വരൻ ആര് എന്നിങ്ങനെ പ്രതിപാദിക്കുന്ന രീതിയുമെല്ലാം തന്നെ വ്യക്തമായിട്ട് ധരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉപാസനയ്ക്ക് പ്രാധാന്യം കിട്ടും, അതിന് പ്രാമുഖ്യം കിട്ടും. നമ്മൾ ഉപാസിക്കുന്ന മൂർത്തിയെയാണ് എന്നൊരു ബോധം നമുക്ക് വേണം. ഒന്ന്. ഇനി വേറൊന്ന്, എന്തിനായി മൂർത്തിയെ ധ്യാനിക്കുന്നത്? പരീക്ഷയ്ക്ക് A+ കിട്ടാനാണ് എന്നുള്ള ധാരണ വന്നാൽ ശരിയാവില്ല. അതുപോലെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നല്ല ധനശേഷി ഉണ്ടാകണം, അതിനുവേണ്ടി ഈ മൂർത്തിയെ ഉപാസിക്കാം, അതിനു വേണ്ടിയിട്ട് ആ മൂർത്തിയെ ഉപാസിക്കാം. ഇങ്ങനെ ഓരോ മൂർത്തികളുടെ പിന്നാലെ പരക്കം പാഞ്ഞ് നടന്നുകൊണ്ട് എന്തെങ്കിലും നേടാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നം അത് ഉപാസനയല്ല. കാര്യലാഭത്തിന് വേണ്ടി സകാമമായിരിക്കുന്ന പ്രാർത്ഥനയോടുകൂടി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം നമ്മളെ, നമ്മുടെ മനസ്സിനെയും ദുഷിപ്പിക്കും. അതെന്തെങ്കിലും ഒരാഗ്രഹം വെച്ച് പുലർത്തിക്കൊണ്ട് നമ്മൾ ഉപാസനയിൽ ഏർപ്പെടുന്ന പക്ഷം ആ ആഗ്രഹം സാധിച്ചില്ല എങ്കിൽ ഉപാസനയോട് വെറുപ്പ് തോന്നും. അപ്പം നമുക്ക് ഉപാസനയോട് വെറുപ്പ് തോന്നാതിരിക്കാൻ വ്യക്തമായിട്ടുള്ളൊരു ധാരണ ആവശ്യമാണ്. ഇന്നത്തെ യുവാക്കൾക്ക് അത്തരത്തിൽ വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഉണ്ടാക്കി കൊടുക്കാൻ ആചാര്യന്മാർക്ക് കഴിയുന്നില്ല. പുസ്തകങ്ങൾ വായിച്ചു പഠിച്ച് അതും ഇതുമെല്ലാം തന്നെ ഗ്രഹിച്ചു മുന്നോട്ട് പോകുമ്പോൾ അതുമല്ല ഇതുമല്ല എന്നൊരു ബോധം വേണ്ടേ? ആത്മോപദേശതകത്തിൽ ഏറ്റവും ഒടുവിൽ ഗുരുദേവൻ പറയുന്ന ഒരു ശ്ലോകമുണ്ട്, 100ാമത്തെ ശ്ലോകമാണ്. അതും ഇതുമല്ല സദർത്ഥമല്ലഹം സച്ചിത് അമൃതം എന്ന് തെളിഞ്ഞ ധീരനായി സത്ത് അസത്ത് ഇതി പ്രതിപത്തിയറ്റ് സത് ഓം ഇതി മൃദുവായി അമർന്നിടയണം. 100ാമത്തെ ശ്ലോകം നല്ല ശക്തമായിട്ടുള്ള ഭാഷയിൽ ഗുരുദേവൻ ഉപദേശിക്കുകയാണ്. അതും ഇതും ഞാനല്ല എന്ന്. അപ്പോൾ നാളിനും പേരിനും ജാതിക്കും മതത്തിനും അത്തരത്തിലുള്ള വ്യത്യാസങ്ങൾക്കും എല്ലാം തന്നെ യാതൊരു പ്രാധാന്യവുമില്ല. അതൊന്നും ഞാനല്ല. ഓരോ ജാതിയിൽപ്പെട്ട് ജനിച്ച് വളർന്ന് മുന്നോട്ട് പോകുന്ന ഒരു ജാതിക്ക് പ്രാധാന്യം കൊടുക്കാതെ അതെല്ലാം തന്നെ അർത്ഥശൂന്യമാണ് എന്ന്. അതും ഇതും ഞാനല്ല. നമ്മൾ വാസ്തവത്തിൽ ആരാ? നമ്മൾ വാസ്തവത്തിൽ ഈ പറയുന്ന സത്തായിരിക്കുന്നതും അസത്തായിരിക്കുന്നതും എന്നുള്ള ചിന്ത വേണ്ട. സത്തായിരിക്കുന്ന ഈശ്വരനാണെന്നോ അസത്തായിരിക്കുന്ന പ്രപഞ്ചമാണെന്നോ ഉള്ള ചിന്ത വേണ്ട. അതും ഇതുമല്ല സദർത്ഥമല്ലഹം സച്ചിത് അമൃതം. പക്ഷേ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാൻ, ഞാൻ അമൃതമാണ്. അമൃതം എന്ന് പറയുമ്പോൾ ആത്മാവിൻ്റെ ജനിക്കാത്ത അവസ്ഥയാണ്, മരിക്കാത്ത അവസ്ഥയാണ്. അപ്പോൾ ജനിക്കാത്തത് കൊണ്ട് മരിക്കാത്ത ആത്മാവിൻ്റെ ഭാവമാണ് എനിക്കെന്ന് കണ്ടാൽ സത് ഓം, അത് ഓങ്കാരമാണെന്ന് മനസ്സിലാക്കിയാൽ ആ ഓങ്കാരത്തെ ഉപാസിച്ചുകൊണ്ട് ജപിച്ച് നമ്മൾ മുന്നോട്ട് പോകാൻ സാധിച്ചാൽ നമുക്ക് നേട്ടം കൈവരിക്കാം. അപ്പോൾ ഈ വേദവും വേദാന്തവും, അപ്പോൾ ഉപനിഷത്താദികളും ഭഗവത്ഗീതയൊക്കെ പറയുന്ന സത്യാവസ്ഥയെ നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കും. അതിൻ്റെ പോരായ്മയുണ്ട്. കഥകളും അതുപോലെ അബദ്ധജടിലങ്ങളായിട്ടുള്ള കാര്യങ്ങളും എല്ലാം തന്നെ കേട്ട് എല്ലാ തരത്തിലും മുരടിച്ചു പോകുന്ന ഒരു ആധ്യാത്മികതയായിട്ട് നമ്മുടെ സംസ്കാരം മാറിയിട്ടുണ്ട്. പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ ശബരിമലയെ സംബന്ധിച്ച് തന്നെ വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഭക്തന്മാർക്കില്ല. ശബരിമലയുടെ മുകളിലിരിക്കുന്നത് അയ്യപ്പനാണോ അത് ശാസ്താവാണോ? ആരാണ് അയ്യപ്പൻ അല്ലെങ്കിൽ ആരാണ് ശാസ്താവ്? ഈ വ്യത്യാസം അറിഞ്ഞുകൂടാ. അയ്യപ്പൻ എന്ന് പറയുന്ന പന്തളത്തെ രാജാവ് എടുത്തു വളർത്തി എന്ന് പറയുന്ന ഒരു കളരി യോദ്ധാവാണ്. അപ്പോൾ അദ്ദേഹം വാസ്തവത്തിൽ സമാധിയായി അല്ലെങ്കിൽ ശബരിമലയിൽ ചെന്ന് സമാധിയായി. ആ സമാധിയായിട്ടുള്ള വ്യക്തിയാണോ ഈ ശാസ്താവ്? അത് അദ്ദേഹം അയ്യപ്പൻ മാത്രമല്ലേ? സ്വാമിയേ ശരണമയ്യപ്പ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ അല്ലേ സൂചിപ്പിക്കുന്നത്? അദ്ദേഹം സമാധിസ്ഥനല്ലേ? ആ സമാധി അടഞ്ഞ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഉപാസനാമൂർത്തിയല്ലേ ഈ ശാസ്താവ്? അദ്ദേഹത്തിൻ്റെ തന്നെ ഉപാസനാമൂർത്തിയല്ലേ കളരി ദൈവമല്ലേ ഈ മാളിയപ്പുറത്തമ്മ? അത്തരത്തിലുള്ള ചിന്തകളെല്ലാം തന്നെ കൊണ്ടുവന്ന് വ്യക്തമായിട്ടുള്ളൊരു ധാരണ വന്നാൽ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് നമ്മൾ പറയുമ്പോൾ സമാധിസ്ഥനായ ജീവസമാധിയിലാണ്ട ഒരു മഹാവ്യക്തിത്വത്തെ നമുക്ക് കാണാൻ കഴിയും, ഒരു യോഗീശ്വരനെ.
അവിടെ ധാരണ വ്യക്തമാവും. അങ്ങനെയുള്ള വ്യക്തമായിട്ടുള്ള ധാരണയില്ലാത്തത് കൊണ്ട് നമ്മളിങ്ങനെ തലയിൽ ഇരുമുടി കെട്ടും വെച്ച് ഇങ്ങനെ ഓടുന്നുണ്ട്. അവിടെ ചെന്ന് ഏതായാലും പ്രധാന ക്ഷേത്രത്തിലെ ഇഷ്ടദേവത എന്ന് പറയുന്ന അയ്യപ്പൻ അതാണെന്ന് ധരിച്ചുകൊണ്ട് ശാസ്താവിൻ്റെ തലയിൽ ഇങ്ങനെ നെയ്യ് ഒഴിച്ച് തിരിച്ചു പോരുന്നുണ്ട്. അവിടെ വാസ്തവത്തിൽ ഒടുവിലത്തെ ദിവസങ്ങളിലാണ് തിരുവാഭരണങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് ചാർത്തുമ്പോഴാണ് ചാർത്തുന്ന തിരുവാഭരണം അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന വിഗ്രഹത്തിൻ്റെ രൂപത്തിലല്ല. അപ്പോൾ അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ആ വിഗ്രഹത്തിൻ്റെ രൂപത്തിലല്ലാത്ത ആ ഗോളകയെല്ലാം തന്നെ പന്തളത്തെ രാജാവ് പണ്ടേക്ക് പണ്ടേ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഗോളക, അതാണ് സത്യമായിട്ടുള്ള അവസ്ഥ. അത് മൂടുപടമല്ല. യഥാർത്ഥമായി ഇരിക്കുന്ന ജന്മദ്രാധാരിയായിരിക്കുന്ന അയ്യപ്പനെ അല്ലെങ്കിൽ ഈ പറയുന്ന ധർമ്മശാസ്താവിനെ മറച്ചു വയ്ക്കുന്ന രീതിയല്ല അത് വാസ്തവത്തിൽ അതാണ് യഥാർത്ഥാവസ്ഥ. അപ്പോൾ അങ്ങനെയുള്ള ഈ അയ്യപ്പൻ്റെ ഇഷ്ടദേവതയായിരിക്കുന്ന ധർമ്മശാസ്താവ് കളരി ദൈവമാണ്. കളരി ദൈവമായിരിക്കുന്ന ധർമ്മശാസ്താവ് കളരി ദേവിയായിരിക്കുന്ന ഭദ്രകാളിയും അവരെയെല്ലാം തന്നെ ഉപാസിച്ചുകൊണ്ട് യോദ്ധാവായിട്ട് ശക്തനായിട്ട് ഈ ലോകത്തിങ്ങനെ അല്ലെങ്കിൽ കേരളക്കരയിൽ ഇങ്ങനെ ശക്തമായിട്ടുള്ള രീതിയിൽ ഓരോരോ ലീലകളാടിയ അദ്ദേഹം ഒടുവിൽ ചെന്ന് തൻ്റെ ശരീരത്തിൽ തൻ്റെ പ്രാണനെയും ജീവനെയൊക്കെ സംയമനം ചെയ്തുകൊണ്ട് ജീവസമാധിയിലാണ്ട സങ്കേതമാണ് ശബരിമല എന്ന് കണ്ടാൽ നമുക്ക് ധാരണ വ്യക്തമാവും. ഇതാര് പറഞ്ഞു കൊടുക്കാനും? അപ്പം ഇത്തരത്തിൽ എന്താണ് ഇതെന്ന് പറഞ്ഞു കൊടുക്കാൻ ശേഷിയുള്ളവരില്ല, അല്ലെങ്കിൽ പറഞ്ഞ് കേട്ടാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നവരില്ല. വ്യത്യസ്തങ്ങളായിട്ടുള്ള രീതികളിൽ ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് അബദ്ധം പറ്റുകയാണ്. അപ്പോൾ ഗുരുവായൂരപ്പനെ സംബന്ധിച്ച് ഈ ചിന്താക്കുഴപ്പം കൃഷ്ണനാണോ? അപ്പോൾ കൃഷ്ണനാണോ എന്ന് ചോദിച്ചാൽ കൃഷ്ണനല്ല. കാരണം എന്താ? ചതുർബാഹു സ്വരൂപം വിഷ്ണുവാണ്. അപ്പോൾ വിഷ്ണുവിൻ്റെ സ്വരൂപമായിരിക്കുന്ന ഇദ്ദേഹത്തിൽ എന്താണ് ആരോപിതമായിരിക്കുന്ന രൂപഭാവം? കാണുന്ന വിഗ്രഹമല്ല എന്ന് നാരായണ ഭട്ടതിരിപ്പാട് അസ്പഷ്ടം ദൃഷ്ടമാത്രേ എന്ന് പറഞ്ഞപ്പോൾ ഉറ്റുനോക്കുന്ന ശ്രീകോവിലിലേക്കാണ്. ശ്രീകോവിലിൽ നമ്മൾ നോക്കിയിട്ട് കാണുന്ന ചതുർബാഹു വിഷ്ണു സ്വരൂപമാണ്. പക്ഷെ ബ്രഹ്മതത്വത്തെ പറ്റിയാണ് അദ്ദേഹം പറഞ്ഞത് നോക്കിയിട്ട് പിടുത്തം കിട്ടണില്ല എന്ന്. അപ്പോൾ ബ്രഹ്മതത്വം ഇന്നതാണെന്നുള്ള ബോധ്യം വന്നു കഴിഞ്ഞാൽ ആ ക്ഷേത്രത്തിൽ ചെല്ലുന്നത് ഉപാസിക്കുന്നതിന് ഒരർത്ഥം ഉണ്ടാവും. അപ്പോൾ ലക്ഷ്യം എന്ന് പറയുന്ന ബ്രഹ്മം, ലക്ഷ്യം എന്ന് പറയുന്ന ഈശ്വരൻ, നമ്മൾ ശരിക്കും പഠിക്കേണ്ടത് നമ്മളെല്ലാവരും ജീവന്മാരാണ്. അപ്പോൾ ഇന്നത്തെ യുവാക്കൾ സാധകന്മാരായിട്ട് വരുമ്പോൾ അവരെല്ലാവരും ജീവന്മാര്, അതായത് ഇൻഡിവിജ്വൽസ്. അതിനെ നമ്മൾ വ്യക്തിഗത ജീവൻ എന്ന് പറയും. ഓരോരോ വ്യക്തികളിലും ഉള്ള ജീവൻ, അവരെല്ലാവരും ജീവനാണ് എന്നുള്ള മട്ടിലേക്ക് വരുമ്പോൾ അവരുടെ പ്രശ്നം മുഴുവൻ ഈശ്വരനെ ചൊല്ലിയ സാധനയും ഉപാസനയും നടത്തുന്ന ഈശ്വരനെ ചൊല്ലിയുള്ളത് അതിന് തടസ്സമായിട്ട് നിൽക്കുന്ന പ്രപഞ്ചമാണ്. പ്രപഞ്ചം അല്ലെങ്കിൽ ജഗത്ത്. ആ ജഗത്ത് പ്രപഞ്ചം എന്ന് പറയുന്നതിനെ തരണം ചെയ്തിട്ട് വേണം ഈശ്വരനെ കണ്ടുപിടിക്കാൻ ജീവന്. ഈ ജഗത്ത് അല്ലെങ്കിൽ ഈ പറയുന്ന പ്രപഞ്ചം എന്ന് പറയുന്ന മായയാണ്. ഇതാണ് നമ്മുടെ ആധ്യാത്മിക ചിന്ത. അങ്ങനെ വരുമ്പോൾ പ്രപഞ്ചത്തെ, ഈ ജഗത്തിനെ, ഈ മായയെ എല്ലാം തന്നെ തരണം ചെയ്തിട്ട് വേണം ഈശ്വരനെ കാണാൻ. അപ്പോൾ ഈശ്വരനെ കാണുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്ന ജഗത്താണെന്നൊരു ബോധം വേണ്ടേ? അപ്പോൾ ധാരണ വേണ്ടേ? ഇനി ജീവനാര എന്നുള്ളൊരു ധാരണ വേണ്ടേ? ഈ ജീവൻ എന്ന് പറയുന്നത് ഈ ആത്മാവ് തന്നെയാണെന്ന് ഉറയ്ക്കണ്ടേ? ഈ ആത്മാവ് തന്നെയാണ് പരമാത്മാവ് എന്ന് നമ്മൾ ദൃഢമായിട്ട് ചിന്തിക്കണ്ടേ, ഉറപ്പിക്കണ്ടേ? അവിടെയാണ് ധാരണ. അപ്പോൾ ഞാനാര്? ഞാൻ ജീവനാണെന്ന് പറഞ്ഞാൽ ജീവൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ജീവനും ഈശ്വരനും തമ്മിലുള്ള ബന്ധം എന്താണ്? അതിൻ്റെ ഇടയിൽ തടസ്സമായിട്ട് നിൽക്കുന്ന പ്രപഞ്ചത്തിൻ്റെതായിട്ടുള്ള ഭാവം എന്താണ്? ഇതെല്ലാം തന്നെ മനസ്സിലാക്കി കഴിയുമ്പോഴേ ധാരണയുള്ളൂ. അപ്പോൾ ഉപാസനയ്ക്ക് ഇന്ന് യുവാക്കൾക്കുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ സങ്കീർണങ്ങളായിട്ടുള്ള സംശയങ്ങളാണ്. അവർ മന്ത്രം കിട്ടിക്കഴിഞ്ഞ് ജപിക്കുമ്പോഴും ഈ ഗുരുക്കന്മാരും കണ്ടവരല്ല. അപ്പോൾ കണ്ടവരല്ലാത്ത, അതായത് കണ്ണി കണ്ട രീതിയിൽ ഓരോരോ കാര്യങ്ങൾ ചെയ്തു പോകുന്ന ഗുരുക്കന്മാർ ഓരോരോ മന്ത്രം ഇങ്ങനെ ഉപദേശിച്ചു കൊടുക്കുമ്പോൾ അതിൽ ചടഞ്ഞുകൂടി ആ മന്ത്രത്തിൽ മാത്രം ഇങ്ങനെ ശ്രദ്ധ വെച്ചുകൊണ്ട് കുറേ ഇങ്ങനെ ജപിച്ചു കൂട്ടി, എന്നിട്ട് ഒടുവിൽ പറയും ഒരു ഗുണവും കിട്ടിയില്ല. അപ്പോൾ ഒരു ഗുണവും കിട്ടിയില്ല എന്ന് പറയുമ്പോൾ സാധകന്മാർക്ക് അതിൽ നിന്ന് പിന്തിരിഞ്ഞോടാനുള്ള താല്പര്യമുണ്ടാവും. എൻ്റെ ചെറുപ്പകാലത്ത് വീട്ടിഭട്ടേരിപ്പാട്, യുക്തിവാദിയായിരുന്ന വീട്ടിഭട്ടേരിപ്പാട് സ്വയംവരപാർവതിയുടെ മന്ത്രം കോട്ട് ചെയ്തുകൊണ്ട് ഉദ്ധരിച്ചുകൊണ്ടാണ് മാതൃഭൂമിയിൽ ഈ യുക്തിവാദത്തിൻ്റെ പ്രസക്തിയെല്ലാം തന്നെ കൊണ്ടുവന്നിട്ടത്. അതിൽ ഞാനും പ്രചോദിതനായി. ആ മന്ത്രത്തെപ്പറ്റി അദ്ദേഹം പറയുന്നത് ഇതുകൊണ്ട് യാതൊരു ചുക്കും നടക്കില്ല എന്നാണ്. സത്യമാണ്. ഞാൻ ഇന്ന് യുക്തിവാദി അല്ല എങ്കിൽ കൂടി ഞാൻ യുക്തിവാദിയാണ്. അപ്പോൾ യുക്തിവാദിയല്ല, അന്നത്തെ യുക്തിവാദിയല്ല, പുതിയൊരു യുക്തിവാദി എന്നുള്ള മട്ടിൽ മന്ത്രങ്ങളെല്ലാം തന്നെ കുറേ അക്ഷരങ്ങളുടെ കസരത്ത് നടത്താനുള്ളൊരു കൂട്ടുകെട്ട് എന്നുള്ള ചിന്ത അരുത്. അപ്പോൾ യുവാക്കൾ ആദ്യം ധരിക്കേണ്ടത് മന്ത്രങ്ങൾ എന്ന് പറഞ്ഞൊരു ഫോർമുല, ആ മന്ത്രം ഇങ്ങനെ ജപിച്ചു കഴിഞ്ഞാൽ ജിം ഭുംബ എന്നൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഉടനെ തന്നെ എന്തെങ്കിലും ഒരു ഭൂതം വരും എന്നുള്ള രീതിയിൽ ചിന്തിക്കരുത്. മന്ത്രങ്ങളെല്ലാം തന്നെ അക്ഷരങ്ങളുടെ സമന്വയമാണ്. ഈ അക്ഷരങ്ങൾക്കെല്ലാം തന്നെ പ്രാധാന്യമുണ്ട് എങ്കിൽ കൂടി ആ മന്ത്രാക്ഷരങ്ങളെല്ലാം തന്നെ പ്രതിനിധാനം ചെയ്യുന്ന ഈശ്വര സ്വരൂപത്തെയും കൂടി കണക്കിലെടുത്ത് തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് ഒരു ധാരണയിലാക്കി ജപിക്കേണ്ടതാണ്. അങ്ങനെ ജപിക്കാത്ത ആ പോരായ്മ, അപ്പോൾ മനസ്സതേ രീതിയിൽ ആകാത്ത ഒരു പോരായ്മ
ഇന്ന് ഈ പറയുന്ന യുവാക്കൾക്കുണ്ട്. മറ്റൊന്ന്, ആഹാര രീതികളെല്ലാം തന്നെ നിയന്ത്രിക്കാനുള്ള ഒരു കഴിവില്ലായ്മയുണ്ട്. നമ്മൾ സ്വസ്ഥമായിട്ടൊരിടത്ത് ഇരിക്കണമെങ്കിൽ വയറനുവദിക്കണം. വയറനുവദിച്ചാലേ ശിരസ് അനുവദിക്കൂ. അപ്പോൾ ശിരസും അതുപോലെ തന്നെ വയറും അനുവദിച്ച് കിട്ടണമെങ്കിൽ ആഹാരാദി കാര്യങ്ങൾ നിയന്ത്രിക്കണം. ഒന്ന്, ദാഹം വിശപ്പ് എന്ന് പറയുന്ന രണ്ടും നമുക്ക് വാസ്തവത്തിൽ നമ്മളെ ബാധിക്കുന്ന ബാധകളാണ്. ദാഹവും വിശപ്പും. ഈ ദാഹവും വിശപ്പും ശാരീരികമായിട്ടുള്ള ദാഹവും വിശപ്പും മാത്രമല്ല, ഈ സെക്ഷൽ ആയിരിക്കുന്നതും ദാഹവും വിശപ്പുമാണ്. അപ്പോൾ ഇന്നത്തെ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം അവർ വാസ്തവത്തിൽ സെക്ഷലി, അവർ ലൈംഗികമായിട്ട് എന്തൊക്കെയോ ആർത്തി കൊണ്ട് നടക്കുന്ന രീതി വരുമ്പോൾ സാധനയ്ക്ക് തടസ്സങ്ങൾ വരികയാണ്. സ്വസ്ഥതയില്ലാത്ത മനസ്സിൻ്റെ ഉടമയാകുകയാണ്. അപ്പോൾ ഈ പ്രകൃതി സ്വാധീനിച്ചുകൊണ്ട്, അല്ലെങ്കിൽ സ്ത്രീകൾ സ്വാധീനിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ശുഷ്കമായിരിക്കുന്ന സംഗതികൾ നമ്മളെ സ്വാധീനിച്ചുകൊണ്ട്, മൃദുലമായിട്ടുള്ള വികാരങ്ങൾ അതിനെല്ലാം തന്നെ അടിപ്പെട്ടുകൊണ്ട്, മദ്യം പോലുള്ള സാധനങ്ങളെല്ലാം തന്നെ ഉപയോഗിച്ചുകൊണ്ട് മനസ്സിന് വാസ്തവത്തിൽ കാട് കയറുന്ന രീതിയിലേക്ക് പോകാൻ പ്രേരിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള ഡ്രഗ്സ് എല്ലാം തന്നെ ഉപയോഗിച്ചുകൊണ്ട് പോകുമ്പോൾ നമുക്ക് ഏകാഗ്രത കിട്ടില്ല. അപ്പോൾ ഏറ്റവും പ്രധാനം ഏകാഗ്രതയാണ്. ആ ഏകാഗ്രതയ്ക്ക് ശരീരത്തെ നമ്മൾ നിലക്കിർത്തണം. ശരീരത്തെ നിലക്കിർത്തണമെങ്കിൽ മനസ്സിനെ മെരുക്കിയെടുക്കണം. ഈ മനസ്സും ശരീരവും എല്ലാം തന്നെ നേരെയാകണമെങ്കിൽ ആഹാരാദി പദാർത്ഥങ്ങൾ നന്നാകണം. പച്ചക്കറി മാത്രം എന്ന് ഞാൻ പറയുന്നില്ല. പച്ചക്കറി കഴിക്കുമ്പോഴും പച്ചക്കറിയിൽ തന്നെ രൂക്ഷഭാവമുള്ള പലതുമുണ്ട്. ഈ കടല പോലെ, ഉഴുന്ന് പരിപ്പ് പോലെ, അതുപോലുള്ള സാധനങ്ങളെല്ലാം തന്നെ അടിച്ചു കയറ്റി വയറ് വീർപ്പിച്ചു വച്ചാൽ അവിടെയെല്ലാം തന്നെ രാജസമായിരിക്കുന്ന ഒരു പ്രവണതയുണ്ടാകും. ഇത് താത്വികമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. ഇതുപോലെ തന്നെ മാംസാഹാരമായാലും. അപ്പോൾ ഈ മാംസാഹാരത്തെ എല്ലാം തന്നെ ഉപേക്ഷിച്ച ഒരു വ്യക്തിയാണെങ്കിൽ കൂടി മദ്യത്തോട് ഇവിടെ പറയാൻ പറ്റുന്നില്ല എങ്കിൽ, അതുപോലെ സസ്യാഹാരത്തിൽ പോലും രൂക്ഷമായിട്ടുള്ള ആഹാര പദാർത്ഥങ്ങൾ കഴിച്ചാൽ ഈ മനസ്സിനെ പിടിച്ചു കെട്ടാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ വികാരങ്ങൾക്ക് അടിപ്പെടും. അങ്ങനെ അടിപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത്, 7-8 ആ വയസ്സ് കാലഘട്ടത്തിൽ അച്ഛനമ്മമാർ മെനക്കെട്ട് ഉപാസനാ സമ്പ്രദായത്തിലേക്ക് കുട്ടികളെ കൊണ്ടുവരണം. അതിനുവേണ്ടിയുള്ള പ്രേരക ശക്തിയായിട്ട് അവർ വളരണം. എന്നിട്ട് അവർക്ക് കൊടുക്കുന്ന ആഹാരാധികാരങ്ങളെല്ലാം തന്നെ നിയന്ത്രിക്കണം. അവർ ഉറങ്ങുന്നതും ഉണ്ണുന്നതും ഇതെല്ലാം തന്നെ വളരെയേറെ നിയന്ത്രണങ്ങൾക്ക് വിധേയമാകണം. അവരുടെ സഹവാസം തന്നെ, അതായത് മറ്റുള്ളവരുമായിട്ടുള്ള കൂട്ടുകെട്ട് തന്നെ വളരെ നിയന്ത്രിതമാകണം. തല്ലിക്കൊട്ടി അത്തരത്തിൽ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. അവർ സത്സംഗത്തിന് വിധേയരാകണമെന്നും നല്ലവരുമായിട്ട് ഒത്തുചേർന്നുകൊണ്ട് നല്ല കാര്യങ്ങൾ കേൾക്കാനുള്ള രീതിയിൽ ഈ കുട്ടികളെ കൊണ്ടുവന്നാൽ നമുക്ക് ഈ പറയുന്ന ഉപാസനയിലേക്ക് കടക്കാം. ആ കുട്ടികൾ പിന്നെ വളർന്നു വന്ന യുവാക്കളാകുമ്പോൾ അവർക്ക് ആ യുവത്വം എന്ന് പറയുന്നത് ഒരിക്കലും യാതൊരു ദോഷവും ചെയ്യുകയില്ല. എന്താ കാരണം? ചെറുപ്പത്തിലെ തന്നെ നമ്മൾ അത് കരുപ്പിടിപ്പിച്ചു കഴിയും. നല്ലൊരു ഫൗണ്ടേഷൻ നല്ല ചെറുപ്രായത്തിൽ തന്നെ ഇട്ടാൽ ഈ യുവാക്കൾക്ക് ആ യുവത്വം എന്ന് പറയുന്ന ഭീഷണിപ്പെടുത്തുന്ന ആ രംഗം അതിൽ നിന്ന് മുക്തരാകാം. അപ്പോൾ വളരെ വ്യക്തമായിട്ട് ഞാൻ പറയുന്ന പ്രധാനപ്പെട്ട സംഗതി, നന്നേ ചെറുപ്രായത്തിൽ തന്നെ ഉപാസനയുടെ കാര്യങ്ങൾ മനസ്സിലാക്കി പതുക്കെ പതുക്കെ പോവുക. പണ്ട് ബ്രാഹ്മണര് 7-8 വയസ്സ് പ്രായമുള്ളപ്പോൾ ഉപനയനം നടത്തും. ആ ഉപനയനം നടത്തുന്നതിന് വേണ്ടിയിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്ത് പൂണൂലിടിച്ച് മന്ത്രപൂർത്തിയെല്ലാം തന്നെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മന്ത്രം ഉപദേശിച്ചു കൊടുക്കും. വാസ്തവത്തിൽ എട്ടും പൊട്ടുമില്ലാത്ത ഈ കുട്ടികൾ വാസ്തവത്തിൽ എന്തൊക്കെയോ ഇങ്ങനെ ജപിച്ചുകൊണ്ട് വളർത്തും. അതിന് ഫലമില്ലാതെ വരുമ്പോൾ അവർ പിന്നാലെ ഭാവി ജീവിതത്തിൽ ഇതിനെ ഉപേക്ഷിക്കുകയും ചെയ്യും. എന്താ കാരണം? ധാരണയില്ല. അപ്പോൾ ധാരണയില്ലാതെ വന്നാൽ അടുത്ത പടിയിലേക്ക് കിടക്കുകയാണ്, ധ്യാനമില്ലാതെ വരും. അപ്പോൾ ധാരണയില്ല എങ്കിൽ ധ്യാനമില്ല, ധ്യാനമില്ല എങ്കിലോ യോഗമില്ല. അപ്പോൾ ഈ സമാധി എന്ന് പറയുന്നൊരവസ്ഥ വാസ്തവത്തിൽ മരിക്കലല്ല. സമാധി എന്ന് പറയുന്നത് സമാധാനം ഉണ്ടാകാൻ വേണ്ടി മനസ്സിനെയും ബുദ്ധിയെയും ഒരു പ്രത്യേക പരുവത്തിൽ കൊണ്ടുവരലാണ് സമാധി. അല്ലാതെ ചത്തുപോകുന്നതെന്ന് ഞാൻ പറയുന്നില്ല. അതെല്ലാം തന്നെ നിർവികൽപ്പ സമാധി, അതിന് പല രീതിയിലും ഭാഷയും എല്ലാം തന്നെ ഉണ്ട്. അത് നമുക്ക് പിന്നാലെ ഏതെങ്കിലും സന്ദർഭത്തിൽ നോക്കാം. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ധാരണ വ്യക്തമാണെങ്കിൽ മാത്രമേ ധ്യാനം ഉറയ്ക്കൂ. അല്ലെങ്കിൽ ധ്യാനത്തിൽ ഇങ്ങനെ കാട് കയറി പോവും. നമ്മുടെ മനസ്സും അതുപോലെ മസ്തിഷ്കവും എല്ലാം തന്നെ നിയന്ത്രണമല്ല എങ്കിലും കാട് കയറി പോവും. അപ്പോൾ ധ്യാനം ഉറയ്ക്കാത്ത അവസ്ഥയിൽ വരുമ്പോഴോ ധീയുടെ യാനമാണ് ധ്യാനം. ധീ ബുദ്ധിയാണ്. അപ്പോൾ ബുദ്ധിയെ പ്രത്യേക രീതിയിൽ നിയന്ത്രിച്ചുകൊണ്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ധ്യാനം, അതിൽ അലങ്കോലങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തില്ല. ഇതാണ് പ്രശ്നങ്ങളും പ്രയാസങ്ങളും. ഇതുപോലെ 100 കാര്യങ്ങൾ നമുക്ക് അറിയാനുണ്ട്, പഠിക്കാനുണ്ട്. വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ കെട്ടിമുറുക്കി പോകണമെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ ഒരിക്കലും അതിനെ അംഗീകരിക്കുന്നവരുമല്ല. ഞാനും അത്തരത്തിൽ കെട്ടിമുറുക്കി വളരെയേറെ കൺട്രോൾഡ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അതൊന്നുമല്ല. എങ്കിലും നമ്മൾ നിയന്ത്രിതമായിട്ട് നമ്മുടെ മനസ്സിനെ നമ്മുടെ ചെൽപ്പടിക്ക് നിർത്തത്തക്ക രീതിയിൽ നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്ത് കൊണ്ടുപോയാൽ നല്ലതാണ്. അപ്പോൾ എല്ലാ തരത്തിലും ഈ യുവാക്കൾ ഇന്ന് അനുഭവിക്കുന്ന ഈ ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നത് ചെറുപ്പകാലത്ത് സാധന ഉപാസന തുടങ്ങാത്തതിൻ്റെ
ആ ഉപാസനയുടെ പ്രാധാന്യം മനസ്സിലാക്കാത്തതിൻ്റെ, ഉപാസനയുടെ ലക്ഷ്യബോധമില്ലാത്തതിൻ്റെ കുറവാണെന്നേ എനിക്ക് പറയാൻ പറ്റൂ. അല്ലെങ്കിൽ നമ്മൾ എത്ര യുവാവായാലും വൃദ്ധനായാലും മരിക്കാൻ കിടക്കുമ്പോഴും നമ്മുടെ സാധനയ്ക്കും ഉപാസനയ്ക്കും യാതൊരു പ്രശ്നവും വരികയില്ല എന്നാണ് എൻ്റെ അടിയുറച്ച വിശ്വാസം, അനുഭവവും അത്തരത്തിൽ.